نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ എല്ലായിടത്തും പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, തഖ്വയോടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സാമാന്യം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞ് സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗമാണത്, നമുക്ക് പലർക്കും അറിയാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി 2 ആയത്തുകൾ അതിൽ പറയുന്നുണ്ട്. ആ 2 ആയത്തുകളിൽ എന്താണ് പറയുന്നതെന്ന് കൂടി പറഞ്ഞ് നമുക്ക് ആ വിഷയം അവസാനിക്കും. അത് വിശേഷണങ്ങളായിട്ടല്ല, അത് മറ്റു 2 കാര്യങ്ങൾ. അഥവാ ഇബാദുർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നിലപാടുകൾ എടുക്കുകയും അരുതാത്ത കാര്യങ്ങളിൽ നിന്ന്, അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഫലത്തെക്കുറിച്ച്, നേട്ടത്തെക്കുറിച്ചാണ് ഇനിയുള്ള ആയത്ത്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. മുമ്പ് പറഞ്ഞ ആ ഗുണങ്ങളൊക്കെ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അത് പിന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. അവിടെ നിന്ന് പറഞ്ഞ് അവസാനം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആയത്ത്, അവരിങ്ങനെ പ്രാർത്ഥിക്കും, നാഥാ ഞങ്ങളുടെ സന്തതികളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ? എന്നിട്ട് ഇപ്പൊ അറിഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ, അവരെ കുറിച്ചാണ് ഉലൈക യുജ്സൗനൽ ഗുർഫ. അവർക്ക് അല്ലാഹു തആല അൽ ഗുർഫ പ്രതിഫലമായിട്ട് കൊടുക്കും. അൽ ഗുർഫ എന്താണ് ഈ ഗുർഫ? ഗുർഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞ മണിമേട എന്ന് പറയാം, മാളിക വീട് എന്ന് പറയാം. മാളിക വീട്ടിലെ മണിമേടയിലെ സുന്ദരമായ മുറികൾ എന്ന് പറയാം. അഥവാ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സുന്ദരമായ ഭവനത്തെയാണ് ഇവിടെ അൽ ഗുർഫ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത മനോഹരമായ സംവിധാനങ്ങളാണ് സ്വർഗലോകത്ത് അല്ലാഹു തആല മനുഷ്യർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്.
അപ്പൊ ആ സ്വർഗത്തെ അനന്ത പ്രതിഫലമായിട്ട് ലഭിക്കുന്ന ആളുകൾ ഉലൈക യുജ്സൗനൽ ഖുർഫ, ഇക്കൂട്ടരാണ് ആ സ്വർഗത്തിലെ ഈ പറഞ്ഞ മണിമേടകകളും സുന്ദരമായ ഇടങ്ങളും ഭവനങ്ങളും പ്രതിഫലമായി നൽകപ്പെടുന്നവർ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? ബിമാ സ്വബറു എന്ന്. അവന് ഒത്തിരി ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇവർക്ക് ഈ സ്വർഗം, അല്ലാഹു തആല സ്വർഗത്തിലെ മണിമേടകളും സുന്ദര ഭവനങ്ങളും പ്രത്യേകമായ അലങ്കൃതമായ മുറികളുമൊക്കെ ഇവർക്ക് സ്വർഗത്തിൽ സ്വർഗത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായി നൽകാനുള്ള കാരണം എന്താണെന്നറിയോ? ബിമാ സ്വബറു, അവര് ക്ഷമ അവലംബിച്ചവരായതുകൊണ്ടാണ്. ക്ഷമ അവലംബിച്ചവരായതുകൊണ്ടാണ്. അപ്പൊ ക്ഷമ നമ്മൾ എപ്പോഴും കേൾക്കും. സബർ എപ്പോഴും കേൾക്കും. നമ്മളെ കൂട്ടത്തിൽ തന്നെ സാധാരണ എത്ര ഖുർആനൊന്നും കൂടുതൽ അറിയാത്ത ആളുകൾക്ക് വരെ അറിയാം ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയും. ചിലപ്പോ അല്ലാഹു തആല ക്ഷമാലുക്കളോടൊപ്പമാണ്, ക്ഷമാശീലമുള്ളവരോടൊപ്പമാണ്. പിന്നെ പ്രസിദ്ധമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും മിക്ക ആളുകൾക്കും അറിയാം, അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. ഇതും ആളുകൾ ഇങ്ങനെ പറയണേ നമ്മൾ കേൾക്കാറുണ്ട്. ആ ഹദീസ് പണ്ഡിതനൊന്നും ആയിട്ടല്ല. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാകുന്നു എന്നാണ്. അപ്പൊ സ്വബർ, ക്ഷമ എന്ന് പറയുന്ന ഈ പ്രയോഗം, ഈ വാക്ക്, നിങ്ങൾ ഈ നിലപാടുള്ളവർ ഉലൈക യുജ്സൗനൽ ഖുർഫത ബിമാ സ്വബറു, നിങ്ങൾ ക്ഷമ അവലംബിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്വർഗമാകുന്ന സ്വർഗത്തിലെ ഈ അനുഗ്രഹീതമായ ഇടം പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു തആല പറയും. അവർക്ക് ഇബാദുർ റഹ്മാൻ അല്ലാഹു തആല സ്വർഗം കൊടുക്കും. അതിന്റെ കാരണം അവര് ക്ഷമാലുക്കളായിരുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ സ്വബർ എന്ന് പറയുന്നതിന് 3-4 തലങ്ങളുണ്ട്. അതിൽ ഒരു തലം പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കാം. സ്വബർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കില്ല. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ? ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാകുന്ന ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, ഒരാൾ നമ്മളെ മോശപ്പെട്ട വാക്ക് പറഞ്ഞു, തെറി വിളിച്ചു, ചീത്ത വിളിച്ചു, നമ്മൾ അതുപോലെ പ്രതികരിക്കാൻ പോയില്ല, നമ്മൾ ക്ഷമിച്ചു. അതാണ് ഒരു ക്ഷമ. എല്ലാവർക്കും അറിയുന്ന ഒരു ക്ഷമ. അത് ക്ഷമയാണ്. അത് ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ക്ഷമയാണ്. വേറൊരു ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു അല്ലെ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും. ഭയത്താൽ പരീക്ഷിക്കും. ഭയം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും അല്ലെ? ഉറങ്ങാൻ പറ്റാത്ത പേടി, അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നേക്കാം. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ദാരിദ്ര്യം വന്നേക്കാം, പട്ടിണി. നാട്ടിലുള്ള പട്ടിണിയും ദാരിദ്ര്യവും വരൾച്ചയും വറുതിയും അങ്ങനെ ആയേക്കാം. അതെല്ലാം വ്യക്തികൾക്ക് തന്നെ പണിക്ക് പോകാൻ പറ്റുന്നില്ല, ജീവിതമാർഗം മുട്ടിപ്പോയി, അങ്ങനെ അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളെ പോയി കാണാൻ പോയി. കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആള് ചെറിയൊരു കച്ചവടം ചെയ്ത് കുടുംബം അങ്ങനെ ജീവിച്ചു പോകുന്ന ആളാണ്. അപ്പൊ 3-4 മാസമായിട്ട് കിടപ്പാണ്. ഷുഗർ കയറി കാല് മുറിച്ചു. ജീവിതം മൊത്തം താളം തെറ്റി. ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനെ താളം തെറ്റി പോകുന്നു. കുടുംബത്തിന്റെ ഒക്കെ ഇതല്ലേ? എങ്ങനെ ഏതൊക്കെ രൂപത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അതാണ് ഈ വിശപ്പും ദാരിദ്ര്യവും എന്ന് പറഞ്ഞാൽ. അതാണ് വിശപ്പും ദാരിദ്ര്യവും. ഷൈഉൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ. അതാണ് മുതലൊക്കെ പമ്പിച്ച് നഷ്ടങ്ങൾ സംഭവിച്ചു കച്ചവടത്തിൽ. അതുപോലെ ജീവൽ നഷ്ടം സംഭവിക്കും. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന, അതായത് ദാരിദ്ര്യം, പട്ടിണി, രോഗം, മരണം, സാമൂഹ്യ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോ ഫബശ്ശിരി സ്വാബിരീൻ, അവർക്ക് അതിനെയൊക്കെ ക്ഷമയോടെ നേരിടുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവരുടെ നിലപാട് എന്ത് ആപത്ത് വന്നത്, അല്ലദീന ഇദാ അസ്വാബത്തഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് ആപത്ത് വന്നാലും അവരിങ്ങനെ പറയും. എങ്ങനെ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇസ്തിർജാ എന്ന അറബിയിൽ ഇതിന് പറയണ അല്ലെ? നമ്മൾ സാധാരണഗതിയിലും ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞാല് മരിച്ചു. അപ്പൊ ഒരാൾക്ക് ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയും ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ മരിച്ചിട്ടില്ല എന്ന് പറയും. മരിച്ചാലേ ഇന്നാലില്ലാഹി എന്ന് പറയേണ്ടത്. അങ്ങനെയല്ല, മരിച്ചാലല്ല. അല്ലദീന ഇദാ അസ്വാബത്തഹും മുസീബ, ഏത് ആപത്ത് വന്നാലും, ഇവിടെ പറഞ്ഞപ്പോ ഏതൊക്കെ ആപത്തുകളാ പറഞ്ഞ അല്ലേ? ദാരിദ്ര്യം, രോഗം, പ്രയാസം,
ഭയാനകമായ ഒരു സാഹചര്യം നാട്ടിൽ ഇതൊക്കെ വന്നാൽ ഇതൊക്കെ മുസീബത്താണ്. എന്ത് മുസീബത്തുകൾ ആളുകളെ ബാധിച്ചാലും വിശ്വാസികളെ ബാധിച്ചാലും അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ്. അപ്പൊ അതിലാണ് മുറുകെ പിടിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളെ റബ്ബ് കണക്കാക്കുന്നതും റബ്ബിന്റെ അറിവോടെയും ഒരുപക്ഷെ പരീക്ഷണങ്ങളായിട്ടൊക്കെ വരികയാണ്. ഇത് റബ്ബിനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ നേരിടും. നോക്ക്, നിങ്ങൾ ഗസയിലൊക്കെ നമ്മളെപ്പോഴും പറയുന്നില്ലേ, അവർ പറയുന്ന വാക്യ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വേറൊരു സംഗതി വാക്ക് അതാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇടിവെട്ടുമ്പോ മാത്രം പറയണത്. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഇടിവെട്ടുമ്പോ പറയണമെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കും. ഇടിവെട്ടും മിന്നും ലാ ഹൗല വലാ ഖുവത. അത് അവിടെ മാത്രം പറയേണ്ടതല്ല. ജീവിതത്തിലെ ഏതേത് ആപത്തുകളെ മുന്നിൽ കാണുമ്പോഴും പ്രയാസങ്ങളെ മുന്നിൽ കാണുമ്പോഴും പറയണം, പടച്ച റബ്ബിനല്ലാതെ ഒരു കഴിവും ശക്തിയില്ല. അതായത് എന്റെ കഴിവുകൊണ്ടും ശക്തിയോടും നേരിടാൻ കഴിയില്ല. ഇടി മാത്രമല്ല, മറ്റു പലതും, അല്ലെ? അപ്പൊ വിശ്വാസികളുടെ ഒരു നിലപാട് എല്ലാ കാര്യത്തിലും ഇങ്ങനെയായിരിക്കും. ഇത് നമുക്കറിയുന്നൊരു ക്ഷമയാണ്. എന്ത്? ഈ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനാണ് നേരിടണം. അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിനെ അവലംബിച്ച് അള്ളാഹുവിനെ അർപ്പിച്ച് ആ പ്രശ്നത്തെ ധീരമായി നേരിടുന്നതിന് ക്ഷമ എന്ന് പറയും. ഫബശ്ശിരി സ്വാബിരീൻ അവിടെ പറഞ്ഞ അതാണ്. ഇതെല്ലാം കൂടെ വിശദീകരിക്കല്ല. മൂന്നാമത്തെ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയോ? അത് നമ്മുടെ ജീവിതത്തില് നമുക്ക് ചിലപ്പോ അരുതാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. അരുതാത്ത കാര്യങ്ങൾ, അതായത് ഒരു തെറ്റ്, ഒരു കുറ്റം, ഒരു പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു. ആ ഒരുങ്ങി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ അങ്ങോട്ട് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് വലിയൊരു ക്ഷമ. അതിനെന്താ പറയുന്നു? വിൽ പവർ എന്ന് പറയും. ഇച്ഛാശക്തി. വീടില്ല ഞാൻ, കുടുംബമില്ല ഞാൻ, പെടില്ല ഞാൻ, ചെയ്യില്ല ഞാൻ, ആരും കാണാനില്ല കേൾക്കാനുമില്ല, അല്ലെ? നല്ല ഒരു തെറ്റായ മാർക്ക് നല്ല ഒരു പൈസ ലാഭം ഉണ്ടാക്കാൻ പറ്റിയ സന്ദർഭം. വേണ്ട, ആ ഹറാമിന്റെ പൈസ എനിക്ക് വേണ്ട നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? അതൊരു ക്ഷമയാണ്. ഒരു അശ്ലീലമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. വൃത്തികേട് ചെയ്യില്ല ഞാൻ, അള്ളാഹുവിനെ പ്രതി വേണ്ട. അതാണ് ക്ഷമ. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതാണ് അസ്സബ്റു അൻ മഅസിയത്തില്ല. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കാൻ അവന്റെ മനസ്സിന്റെ കരുത്തില്ലേ, അതാണ് ക്ഷമ. ഈ ക്ഷമ അതൊരു ക്ഷമയാണ്. നാലാമത്തെ ക്ഷമ എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യാനും അനുഷ്ഠിക്കാനും അള്ളാഹുവിന്റെ ത്വാഅത്തിലും അവന്റെ അനുസരണത്തിലുമായി ജീവിക്കാനും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. അതിനൊരു ക്ഷമ ഉണ്ട്. നിസ്കരിക്കാൻ കുറച്ച് ക്ഷമ വേണമെന്ന്, നോമ്പൊൽക്കാനും ക്ഷമ വേണമെന്ന്, മറ്റ് ഇബാദത്തുകൾ ചെയ്യാൻ ഒരു ക്ഷമ വേണമെന്ന്. ക്ഷമാപൂർവ്വം സന്തോഷത്തോടെ സമാധാനത്തോടെ നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ ഉണ്ടായാലേ പറ്റുള്ളൂ. അതും ക്ഷമയാണെന്ന്. അസ്സബ്റു അലാ ത്വാഅത്തില്ല എന്നാണ് പണ്ഡിതന്മാർ ക്ഷമയുടെ ഇനങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനുള്ള വഴിപ്പെടലിലും വഴിപ്പാടിലും അനുസരണത്തിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലും ജീവിക്കാൻ ഒരാൾക്ക് ക്ഷമ വേണം. അപ്പൊ ഇവിടെ ഇപ്പൊ ഏത് ക്ഷമയാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ക്ഷമ അള്ളാഹു താല ഇവിടെ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയോ? ഉലൈക യുജ്സൂനൽ ഗുർഫത ബിമാ സബറു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഈ സ്വഭാവം, ക്ഷമ എന്ന് പറയുന്നത് സാധാരണ കാരണന്മാർ ഒക്കെ പറയാറുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പുതിയ തലമുറക്ക് അങ്ങനെ അറിയില്ല. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നു. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും പറയാറില്ലേ? ക്ഷമ അവലംബിച്ചിട്ട് ഒരാളും തോറ്റിട്ടില്ല. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് ഒരാളും മുൻകോപം കൊണ്ട് എടുത്ത് ചാടിയിട്ട് പലരും പിന്നെ ഖേദിച്ചിട്ടുണ്ട്. തോന്നുന്നതൊക്കെ ചെയ്തിട്ട് സ്വന്തം മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ കിട്ടാതെ തോന്നുന്നതൊക്കെ ചെയ്തിട്ട് പിന്നെ തീരാത്ത ഖേദങ്ങളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അടിപിടിയും പ്രശ്നങ്ങളും വരുമ്പോ വെട്ടൊന്ന് കഷ്ണം രണ്ട് എന്ന് പറഞ്ഞ രാപത്തിൽ അടിക്കടി തിരിച്ചടി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ കാലാകാലം ജീവിതത്തിൽ ഖേദവും ദുഃഖവുമായിട്ട് വരുന്നുണ്ട്. നേരെ പക്ഷെ ഇത്തിരി ക്ഷമിച്ചു, ഇത്തിരി സഹിച്ചു. ദേഷ്യം വരുമ്പോ അതങ്ങോട്ട് വിഴുങ്ങി ആളുകളോട് വിട്ടുവീഴ്ച മനോബുദ്ധി കാണിച്ചു. ഇങ്ങോട്ട് ഉപദ്രവിച്ചവനോട് അങ്ങോട്ട് ചെയ്തില്ല, ഇങ്ങോട്ട് മോശമായവനോട് അങ്ങോട്ട് നല്ലത് പറഞ്ഞു, ഇങ്ങോട്ട് മോശം പറഞ്ഞവനോട് അങ്ങോട്ട് നല്ലത് പറഞ്ഞു, ഇങ്ങോട്ട് മോശമായി പ്രതികരിച്ചവനോട് അങ്ങോട്ട് നല്ല രൂപത്തിൽ പെരുമാറി. ഇതൊന്നും ഒരാളുടെ ശക്തി ദൗർബല്യമൊന്നുമല്ല, അയാളുടെ ശക്തിക്കുറവൊന്നുമല്ല, അല്ലെ? ഹാബീൽ എന്ന് പറഞ്ഞാൽ നമ്മള് കഥ പറയുമ്പോ നമ്മള് പറയാറുന്നില്ലേ, നിന്നെ ഞാൻ കൊല്ലുന്നു പറഞ്ഞപ്പോ നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ കൊല്ലൂല, എന്റെ കൈ നിന്നെ പോലെ തന്നെ ശക്തമാണ്, പക്ഷെ നീ എന്നെ അടിച്ചാൽ തിരിച്ച് ഞാൻ അടിക്കില്ല. എന്താണെന്നറിയോ?
അത് ഞാൻ പടച്ചോനെ പേടിക്കുന്നത് കൊണ്ടാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ 2 മക്കളിൽ ഒരാൾ മറ്റേയാളോട് പറഞ്ഞതാ. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ഷമ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന ക്ഷമ നമ്മുടെ ജീവിത വിജയത്തിന് ഇത് വലിയ ഗുണം ചെയ്യും. ദുനിയാവിൽ നമ്മുടെ ജീവിത വിജയത്തിന് വലിയ ഗുണം ചെയ്യും. ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം പരലോകത്തെ റബ്ബിന്റെ സ്വർഗത്തിലെത്താനും സാധിക്കും. ഉലൈക യുജസൗനൽ ഗുർഫത ബിമാ സ്വബറു. ക്ഷമ അവലംബിച്ചതുകൊണ്ട്, ക്ഷമ എന്ന് പറയുന്ന ഉന്നതമായ മൂല്യം, സ്വഭാവം, ഗുണവിശേഷണം ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടും മുറുകെ പിടിച്ചിരുന്നത് കൊണ്ടും അവർക്ക് അവിടെ സ്വർഗത്തിലെത്താൻ പറ്റും. ഇവിടെ ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞിട്ടില്ലേ, ഈ പറഞ്ഞ പല കാര്യങ്ങളും ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതും ഇതിനർത്ഥം ഏത്? ഈ പറഞ്ഞ കുറെ ഗുണങ്ങൾ പറഞ്ഞില്ലേ, ക്ഷമാലുക്കൾക്ക് മാത്രം അവലംബിക്കാനും ക്ഷമാലുക്കൾക്ക് മാത്രം ഉപേക്ഷിക്കാനും സാധിക്കുന്ന ഗുണവിശേഷണങ്ങളാണ് പറഞ്ഞത്, അരിതായ്മകളാണ് പറഞ്ഞത്. അപ്പൊ അപ്പൊ പ്രിയപ്പെട്ടവരെ, ക്ഷമ എന്ന് പറയുന്ന ഈ സ്വബർ, അല്ലാഹു തആല പറഞ്ഞ ഈ സ്വബർ എന്ന് പറയുന്ന ഈ പറഞ്ഞ സ്വബർ ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ചിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്കാണ് സ്വർഗം, ക്ഷമ അവലംബിക്കുന്നവർക്കാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ ക്ഷമ എന്ന ഉന്നത സ്വഭാവ ഗുണം മുറുകെ പിടിച്ച് ജീവിതത്തോടുനീളം പ്രവർത്തിച്ച് വിജയിക്കാനും പരലോകത്ത് അതിന്റെ തന്നെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അലീം ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങനെ കടന്നു ചെല്ലുകയും ഉലൈക യുജസൗനൽ ഗുർഫത ബിമാ, സ്വർഗം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടേ സ്വർഗത്തിലേക്ക് ആളുകളെ ആനയിച്ചു കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ഖുർആനിൽ പലയിടത്തുണ്ട്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. പടച്ചവനെ പേടിച്ച് ജീവിച്ച ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകും. കൂട്ടം കൂട്ടമായിട്ട് ആനയിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഹത്താ ഇദാ ജാഉഹാ വഫുതിഹത് അബ്വാബുഹാ, അവിടേക്ക് അവരങ്ങോട്ട് എത്തുമ്പോൾ അതിന്റെ കവാടങ്ങളൊക്കെ ഇങ്ങനെ തുറക്കപ്പെടും. അവർക്ക് വേണ്ടി ഇങ്ങോട്ട് തുറക്കപ്പെടും സ്വർഗത്തിന്റെ കവാടങ്ങൾ. എന്നിട്ട് സ്വർഗത്തിന്റെ പറവുകാരുണ്ട്, അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട്. അവര് പറയും സലാമുൻ അലൈക്കും ത്വിബ്തും, നിങ്ങൾക്ക് സലാം. സ്വർഗത്തിൽ ഇങ്ങനെ കേൾക്കുന്ന ഒരു വാക്കായിട്ടാണ് ഈ സലാം. സലാം, ശാന്തി, ശാന്തി, സമാധാനം, സമാധാനം. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. ത്വിബ്തും, നിങ്ങൾക്ക് സ്വാഗതം. ഫദ്ഖുലുഹാ ഖാലിദീൻ, ഈ സ്വർഗത്തിൽ നിത്യമായി പ്രവേശിച്ചുകൊള്ളുക എന്നവരോട് പറയപ്പെടും. അതൊരു സ്ഥലത്ത് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞറിയോ? വയുലഖൗന ഫീഹാ തഹിയ്യത്തൻ വസലാമ. ശരിക്കും ആ സ്വർഗത്തിലേക്കാണ് ചെല്ലുമ്പോൾ ആളുകൾ അങ്ങനെ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കും. എന്നിട്ട് അവരോട് ഇങ്ങനെ സലാം പറയും. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ നിത്യമായിട്ട് വസിക്കും. സ്വർഗത്തിൽ നിത്യമായിട്ട് വസിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണെന്നറിയോ? നമുക്ക് നീ മരണമില്ലേ, നമ്മൾ ഇനി മരിക്കൂല. അതായത് ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ പിന്നെ മരിക്കൂല. അപ്പൊ പിന്നെ ഈ മരിക്കുന്നതോ ഇത് മരണമല്ല, ഇതൊരു ചേഞ്ച് മാത്രമാണ്. ഒരു മനുഷ്യൻ ജനനം കിട്ടിയ പിന്നെ മരണമല്ല. ഇതിങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നു പോവാ. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു ലോകത്ത് വലിയ സൗകര്യത്തിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ച ഒരു കാലം നമുക്ക് ഓർമ്മയില്ല. ഇപ്പൊ നമ്മൾ അതിന് ശേഷം കുറച്ചും കൂടി വലിയൊരു കാലം ഇവിടെ ജീവിക്കും. മരണത്തോടുകൂടി തീർന്നു വിചാരിച്ചിട്ട് ഈ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ചിലരൊക്കെ ഇടങ്ങേറി ഇനി സഹിക്കാൻ കഴിയില്ല, തീർക്കുകയാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ മരണത്തോടെ നമ്മൾ പറയുന്ന മരണത്തോടെ ജീവിതം തീരൂല. അത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അന്ത്യമല്ല, അത് മറ്റൊരു ഘട്ടം. മനുഷ്യൻ പിന്നെയും പോയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഒന്നുകിൽ അവൻ ഇറങ്ങി വന്ന സ്വർഗത്തിൽ അവന്റെ തറവാട്ടിലേക്ക് തിരിച്ചു കയറി സ്വർഗത്തിലെത്തിയാൽ ഖാലിദീന ഫീഹാ. ഖുർആൻ ഓതുന്നവർക്കൊക്കെ അറിയല്ലോ ഈ ആയത്ത്. എന്താണ് ഖാലിദ് എന്ന് പറഞ്ഞാൽ? നിത്യം എന്ന അർത്ഥം. ഖാലിദീന ഫീഹാ, നിത്യമായി ആ സ്വർഗത്തിലാണ്, നിത്യമായിട്ട് ആ സ്വർഗം. അപ്പൊ കുട്ടികൾ ആരോ പറഞ്ഞു ബോറടിക്കൊന്നുമില്ല. ലാ യബ്ഗൂന അൻഹാ ഹിവല, സ്വർഗത്തിൽ നിന്ന് ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കൂല.
എങ്ങനെ ബോറടിക്കാൻ? ഈ സകലമാന ദുരിതവും കഷ്ടപ്പാടും പ്രയാസവും ആയിട്ട് ജീവിച്ചിട്ട് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ബോറടിച്ചു ആർക്കെങ്കിലും? ഇതെങ്ങനെയെങ്കിലും ഒരു മിനിറ്റെങ്കിലും നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയാണ് വലിയ ഡോക്ടർ, എവിടെ വലിയ ആശുപത്രി എന്ന് പറഞ്ഞ് നമ്മൾ പോവല്ലേ? ആർക്കും മടുത്തിട്ടില്ല. കാരണം ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പോരാടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടു ദാരിദ്ര്യ, രോഗം, മരണം, പ്രശ്നങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ട് ഈ ദുനിയാവ് മടുത്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സകലമാന സുഖ സൗകര്യങ്ങളുള്ള വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഉൻ, തേടുന്നതെന്തും ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്കൊരു വിരുന്നായി സൽക്കാരമായി ഒരുക്കി വെച്ചിരിക്കുന്ന റബ്ബിന്റെ സ്വർഗം പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മടുക്കും? ഖാലിദീന ഫീഹാ. അതുകൊണ്ട് മടുക്കുന്നൊന്നും പേടിച്ചിട്ട് സ്വർഗത്ത് പോവാതിരിക്കേണ്ട, ബോറടിക്കുന്നൊന്നും പേടിച്ചിട്ടേ. പിന്നെ കിടക്കുന്നത് എന്താണെന്നറിയാം? അപ്പുറത്ത് മറ്റതാ. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഖുർആനിൽ പറഞ്ഞതാന്ന് പറയാം, ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ. സ്വർഗം ഇവിടെ തന്നെ ഈ ആയത്തിന്റെ ഭാഗത്ത് തന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ സങ്കേതം. 4-5 ആയത്ത് മുന്നെന്താ പറഞ്ഞത്? നരകത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ന ഹസ്സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. അത് ഏറ്റവും മോശപ്പെട്ട സങ്കേതം. ആ മോശപ്പെട്ട സങ്കേതത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഖാലിദീന ഫീഹ, നിത്യമായി ആ നരകത്തിൽ വസിക്കും. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നിത്യമായി സ്വർഗത്തിൽ വസിക്കും. അതുകൊണ്ട് ഇത് പരീക്ഷിക്കാൻ പറ്റിയ സംഗതിയല്ല. നരകത്തിൽ പോയിട്ട് എങ്ങനെ ഉണ്ടാവും അറിഞ്ഞിട്ട് പിന്നെ ഇല്ല, പിന്നെ നമുക്കതിൽ നിന്ന് മോചനല്ലോ. ഖാലിദീന ഫീഹ, സ്വർഗത്തിൽ നിത്യമായി വസിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവല, തെറ്റ് മാറിപ്പോകണ ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ഒരാളും ആഗ്രഹിക്കാത്ത വിധം അങ്ങനെയുള്ള സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെടുത്ത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, നിത്യമായ സ്വർഗം. ഏദൻ തോട്ടം എന്ന് പറയും അല്ലെ, ജന്നാത്തു അദിൻ എന്ന് പറഞ്ഞ, അദിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മലയാളത്തിലെ ഏദൻ എന്ന് പറയുന്നത്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, നിത്യമായി വസിക്കുന്ന തോട്ടം, സ്വർഗങ്ങൾ. അതിലവർ പ്രവേശിക്കും. അവര് മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബായിഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് നല്ലവരും, മാതാപിതാക്കളിൽ നിന്ന് നല്ലവരും, വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്ന് നല്ലവരും, വദുർരിയാതിഹിം, അവരുടെ മക്കളിൽ നിന്ന് നല്ലവരും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ഒരു പൊരുളും കൂടി ഇതിലുണ്ട്. അതായത് നമുക്ക് ദുനിയാവിൽ കുടുംബവും കുട്ടികളും മക്കളും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ഇവിടെ മാത്രമല്ല, നമുക്ക് സ്വർഗത്തിലും ഒരുമിച്ച് കൂടണം. പാപ്പയും ഉമ്മയും മക്കളും ഒക്കെ സ്വർഗത്തിലും കൂടി വേണം. സ്വർഗത്തിൽ എങ്ങനെ എത്തുക? സ്വർഗത്തിലെത്തുന്നത് നല്ല മക്കള്, നല്ല മാതാപിതാക്കള്, നല്ല ഇണകൾ, അവരാണ് സ്വർഗത്തിലെത്തുക. എന്നിട്ട് വൽ മലായികത്ത് യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, പല വാതിലുകളിലൂടെയും മലക്കുകൾ വന്നിട്ട് ഇവരോട് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് ശാന്തി. ബിമാ സ്വബർതു, വീണ്ടും നിങ്ങൾ നല്ല ക്ഷമയോടെ ദുനിയാവിൽ ജീവിച്ചില്ലേ, അതുകൊണ്ടാണ് ഇവിടെ. ഫനിഅമ ഉഖ്ബദ്ദാർ, ഇത് എത്ര നല്ല സങ്കേതമാണ്. അവിടെ വീണ്ടും ആവർത്തിച്ച് മലക്കുകൾ പറഞ്ഞിട്ട് സ്വർഗത്തിൽ വെച്ചിട്ട് പറയണേ സലാമുൻ അലൈക്കും ബിമാ സ്വബർതും, നിങ്ങൾ സ്വബറോടെ ജീവിച്ചു. ഞാൻ പറഞ്ഞ എല്ലാ സ്വബറും പാലിച്ചു ജീവിച്ചതുകൊണ്ട് ജീവിതം വിജയിച്ചു. വിജയിച്ചവർക്കുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണം. അതിൽ വിട്ടുവീഴ്ച കൂടാതെ പണിയെടുക്കണം, പ്രാർത്ഥിക്കണം. എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളും നമുക്ക് വേണോ, നമുക്ക് എത്തണം. കുടുംബത്തോടെ, കുട്ടികളോടും കുടുംബത്തോടൊപ്പം അതിനൊക്കെ ഇണഞ്ഞു പരിശ്രമിക്കണം. തളരാതെ, നിരാശപ്പെടാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഒന്നിച്ച് സ്വർഗത്തിലെത്തി അള്ളാഹുവിന്റെ ആ സുന്ദരമായ ഗുർഫ, അൽ ഗുർഫ, മനോഹരമായ മണിമാളികകൾ നമുക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഈ പുറത്തു തരണേ നാഥ. ജീവിത വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇരുലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാനെ. ദുനിയാവിൽ വിജയിക്കുന്നവരാക്കണേ, പരലോകത്ത് വിജയിക്കുന്നവരാക്കണേ. ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഇണകളെ നന്നാക്കി തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേ, ഇണകളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേ. കുടുംബത്തോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അത്യുന്നതമായ മണിമേടലുകളിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ നാഥ. അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്ക തമ്പുരാനെ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുക റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുക തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله.